ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഉസൂലുസ്സുന്നയാണ് കഴിഞ്ഞ ദർസിൽ നാം വായിച്ചാരംഭിച്ചത്. ഈ കിതാബിനെ കുറിച്ച് മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുന്ന വളരെ മഹത്വമേറിയ കിതാബാണ് ഉസൂലുസ്സുന്ന എന്നത്. മുൻഗാമികളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, ഉസൂലുസ്സുന്ന പഠിക്കാൻ ചൈനയിലേക്ക് യാത്ര ചെയ്ത് പോകേണ്ടി വന്നാലും അങ്ങനെ പോകണം. അത്രമാത്രം മഹത്വമുള്ള അഹ്ലുസുന്നയുടെ അഖീദയുടെ പ്രധാന വിഷയങ്ങൾ വിശദീകരിക്കുന്ന മഹത്തായ കിതാബാണ് ഉസൂലുസ്സുന്ന എന്നീ കിതാബ്. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞു നിർത്തിയത് ഇമാം അഹ്മദിന്റെ ചരിത്രങ്ങൾ, പ്രസക്ത ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്രകാരം തന്നെ ഉസൂലുസ്സുന്നയുടെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങളും നാം പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ച് പോകാം. ഇമാം അഹ്മദ് റഹിമഹുല്ല പറയാണ്, ഉസൂലുസ്സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം എന്താണ് എന്നതാണ് ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് കിതാബിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ കിതാബ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, അഹ്ലുസുന്നയുടെ അഖീദ എന്താണ് എന്നതാണ് ഈ കിതാബിൽ ഇമാം അഹ്മദ് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഉസൂലുസ്സുന്നത്തി ഇൻദനാ, അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൻദന, നമ്മുടെ അരികിൽ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ, സഹാബത്തിന്റെ കാലഘട്ടം മുതൽ താബിഈങ്ങളുടെ കാലഘട്ടം, അതിനുശേഷം ഇമാം അഹ്മദ് വരെയുള്ള അഹ്ലുസുന്നയുടെ ആശയം എന്താണ്? ഒന്നാമത്തേത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നുവോ ആ മാർഗം മുറുകെ പിടിക്കുക എന്നതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ആ മാർഗം മുറുകെ പിടിക്കുക. കഴിഞ്ഞ ദർസിൽ ലളിതമായി ഇതിനെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. സഹാബത്തിനെ നാം മുറുകെ പിടിക്കുക, അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എന്ന് നമ്മൾ പറയും, സഹാബത്തു റസൂലില്ലാഹ്. അപ്രകാരം തന്നെ ഹദീസുകളിൽ വന്ന മറ്റൊരു പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകൾ, മലയാള ഭാഷയിൽ അർത്ഥം പറയുമ്പോൾ സഹോദരന്മാർ. അവരാരാണ്? ആരാണ് പ്രവാചകന്റെ സഹോദരന്മാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വദിത്തു അന്ന ഖദ് റഅയ്നാ ഇഖ്വാനനാ. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. സഹാബികൾ ചോദിച്ചു, അവലസ്ന ഇഖ്വാനക്, പ്രവാചകരെ ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദ്, എൻ്റെ ഇഖ്വാനുകൾ, എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ വരാത്ത ആളുകളാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളായവരാണ് പ്രവാചകന്റെ സഹോദരങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. നമ്മളൊക്കെ പ്രവാചകന്റെ ഇഖ്വാനുകളാണ്. നമ്മളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകളാണ്. ഇത്ര വലിയ ഫദ്ലാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഖ്വാനുകളാകാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ ഫദ്ലാണ്. ആ രണ്ട് വേർതിരിവ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് അസ്ഹാബു റസൂലില്ല, രണ്ടാമത്തേത് ഇഖ്വാൻ, ഇഖ്വാനു റസൂലില്ല. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ. തയ്യിബ്. അപ്പോൾ ഇവിടെ ഇമാം അഹ്മദ് പറയുന്നത് സഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക.
ഇവിടെ കഴിഞ്ഞ ദർസിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിരുന്നു, സഹാബത്തിന്റെ മാർഗം അല്ലെങ്കിൽ അവരുടെ വീക്ഷണം അത് നമുക്ക് ദീനിൽ തെളിവാണ്. അതിന് വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. അത് ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തേത്, ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയും അതേതെങ്കിലും ഖുർആനിന്റെ ആയത്തിനോ അല്ലെങ്കിൽ ഹദീസിനോ എതിരായി വരികയും ചെയ്യുക. അഥവാ നുസൂസുകൾക്കെതിരായി കൊണ്ട് ഒരു സഹാബിയിൽ നിന്നൊരു അഭിപ്രായം വരികയാണെങ്കിൽ ആ അഭിപ്രായം നമുക്ക് ദീനിൽ തെളിവല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മജ്മൂഉൽ ഫതാവയിലും അൽ ഇമാമുൽ അലായി അദ്ദേഹത്തിന്റെ ഇജ്മാലുൽ അസാബയിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഒരു സഹാബിയിൽ നിന്നൊരു അഭിപ്രായം വന്നു, അത് ഏതെങ്കിലും ഒരു ഹദീസിനെതിരായി വന്നിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് തെളിവല്ല. രണ്ടാമത്തേത്, ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയും ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്തു, ഈ അഭിപ്രായം അനുസരിച്ച് അമൽ ചെയ്യുകയില്ല. സഹാബിയുടെ ഈ അഭിപ്രായം അനുസരിച്ച് അമൽ ചെയ്യുകയില്ല, അതും നമുക്ക് തെളിവല്ല. അതിനുദാഹരണം അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ആലിപ്പഴം ഭക്ഷിക്കാറുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ വീഴുന്ന ആലിപ്പഴം അബൂ തൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാറുണ്ട്. അദ്ദേഹം പറയും, ലൈസ തആമൻ വലാ ശറാബ, അത് ഭക്ഷണമോ പാനീയമോ അല്ല എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തഹാവി ശർഹ് മുഷ്കിൽ ആഥാറിലും ഉദ്ധരിക്കുന്ന അഥറിൽ നമുക്ക് കാണാം. അദ്ദേഹം അത് ഭക്ഷിക്കും, എന്നിട്ട് അത് ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുമ്പോൾ ശർഹ് മുഷ്കിലിൽ വസീത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം സ്വീകാര്യമല്ല എന്നതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട്. രണ്ട് ഘട്ടങ്ങൾ മനസ്സിലായില്ലേ? ഒന്ന്, നുസൂസുകൾക്കെതിരാവുക. രണ്ടാമത്തേത്, ഒരു അഭിപ്രായം പറയുകയും ആ അഭിപ്രായം സ്വീകാര്യമല്ല എന്ന് ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ സാഹചര്യം, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു. ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിയായ ഒരു മസ്അലയിൽ ഒരു വീക്ഷണം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അത് സ്വഹാബത്തിനിടയിൽ പ്രസിദ്ധമായ ഒരു അഭിപ്രായമായി തീർന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുമ്പിലൊക്കെ ആ സഹാബി ആ അഭിപ്രായം പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് തെളിവാണ്. അങ്ങനെയാണെങ്കിൽ ആ വീക്ഷണം നമുക്ക് ദീനിൽ തെളിവാണ്. എത്രത്തോളം എന്നാൽ ചില ഉലമാക്കൾ അത് ഇജ്മാ ആണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈനിൽ ഈ മസ്അലയെ കുറിച്ച് പറയുകയും ഇത് തെളിവാണ് എന്ന് സ്ഥാപിക്കുകയും ഇത് തെളിവല്ല എന്ന് പറയുന്ന വീക്ഷണത്തിനെതിരിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സംസാരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് പ്രസിദ്ധമായ അഭിപ്രായമായിരുന്നു, മറ്റൊരാളും അതിനോട് എതിർപ്പ് കാണിച്ചില്ല എങ്കിൽ അത് ദീനിൽ തെളിവാണ്. ഇനി നാലാമത്തെ അവസാനത്തെ സാഹചര്യം, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് മറ്റു സഹാബികൾക്കിടയിൽ വ്യാപകമായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ആ അഭിപ്രായം മറ്റുള്ള സഹാബികൾക്ക് ലഭിച്ചിരുന്നോ? മറ്റുള്ള സഹാബികൾ, ഉദാഹരണത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ, പരസ്യമായ ആളുകളുടെ മുമ്പിൽ ചെയ്യാത്ത വീട്ടിൽ നിന്ന് ചെയ്യുന്ന എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞു, അത് ആളുകൾക്കിടയിൽ പ്രസിദ്ധമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അത് തെളിവാണ് എന്നതാണ്. അതാണ് നാല് മദ്ഹബിന്റെയും അഭിപ്രായം. അതുപോലെ ഇസ്ഹാഖ് ഇബ്നു റാഹോയ, അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുമുല്ലാഹ് തുടങ്ങിയ ഉലമാക്കളൊക്കെ ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചവരാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ചില ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബുകൾ വായിക്കുമ്പോൾ ഇമാം ഷാഫിഈയുടെ അഭിപ്രായം സഹാബത്തിന്റെ വാക്കുകൾ തെളിവല്ല എന്നതാണ് എന്ന് നിങ്ങൾക്ക് ചില ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. അത് ശരിയല്ല. മറിച്ച് ഇമാം ഷാഫിഈയുടെ ശരിയായ അഭിപ്രായം സഹാബത്തിന്റെ വാക്കുകൾ തെളിവാണ് എന്നതാണ്. ഷാഫിഈ മദ്ഹബിലെ അൽ ഇമാമുൽ അലാഇ റഹിമഹുല്ലാഹ് അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം എന്ന് അദ്ദേഹത്തിന്റെ ഇജ്മാലുൽ ഇസാബ എന്ന കിതാബിൽ സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 4 ഘട്ടങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഈ 4 ഘട്ടങ്ങൾ നാം മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ദർസിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേൾക്കാണ്, സഹാബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ അത് എതിർക്കുന്നതിന് മുമ്പ് നാം വിഷയം ഗൗരവത്തോടുകൂടി എടുക്കണം. സഹാബത്തിൽ നിന്നൊരു അഭിപ്രായം വന്നാൽ അതിനെ നാം മാനിക്കണം.
മുമ്പ് ഞാൻ കഴിഞ്ഞ ദർസിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ഉദാഹരണം, നമുക്കൊക്കെ വളരെയധികം ആവശ്യം വരുന്ന ഒരു ഉദാഹരണം. വുളൂഇന്റെ സാഹചര്യത്തിൽ ഒരു വ്യക്തി തല അല്പം തടവി എന്ന് സങ്കല്പിക്കുക, കുറച്ച് തടവി. ചില ആളുകൾ അത് വല്ലാതെ എതിർക്കുകയും വുളൂ ബാത്തുലാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ സഹാബത്തിന്റെ ആധാറുകൾ നിങ്ങൾ നോക്കിയാൽ അബ്ദുല്ലാഹിബ്നു ഉമറും സലമത്തുബ്നുൽ അക്വഉം റളിയല്ലാഹു അൻഹുമാ വുളൂഇൽ അല്പം തടവിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ രണ്ട് സഹാബികളും വുളൂഇൽ അല്പം തടവിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശക്തമായി എതിർക്കുക എന്ന് പറയുന്ന രീതി അതൊരിക്കലും അവിടെ ശരിയല്ല. നമുക്കെന്ത് പറയാം? ഏറ്റവും നല്ലത് തല പൂർണ്ണമായി തടവലാണ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പൊതുവെ സ്ഥിരപ്പെട്ട രീതി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സഹാബികളിൽ നിന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ബഹുമാനിക്കുകയും അതിനെ മാനിക്കുകയും വേണം. കാരണം സഹാബത്തിന്റെ മാർഗം അത് നമുക്ക് ദീനിൽ തെളിവാണ്. ഇമാം അഹ്മദ് ഇവിടെ പറഞ്ഞതുപോലെ ഉസൂലുസ്സുന്നത്തി ഇൻദനാ, നമ്മുടെ ദീനിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ധാരാളം തെളിവുകൾ സഹാബത്തിന്റെ മാർഗം നമുക്ക് ഹുജ്ജത്താണ് എന്നതിന് ധാരാളം തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും സലഫുകളുടെ വാക്കുകളിലും കാണാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇത് നിർബന്ധമായും ഇതെല്ലാവരും ഹിഫ്ള് ചെയ്യണം. നിങ്ങൾ ഇന്ന് അത് എഴുതിയെടുക്കുന്നില്ലെങ്കിലും മറ്റൊരിക്കലാണെങ്കിൽ മറ്റൊരിക്കൽ ക്ലാസ് കേട്ട് ഈ ആയത്തുകളും ഈ ഹദീസുകളും നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. നമ്മളൊക്കെ പൊതുവെ നമ്മൾ അഹ്ലുസുന്നയാണ്, സലഫികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സഹാബത്തിന്റെ മാർഗത്തിന് നമ്മൾ മുൻഗണന നൽകുന്നു എന്നതാണ്. സലഫിയത്തിന്റെ 3 അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ, സുന്നത്ത്, ഖുർആനും സുന്നത്തും സലഫുകളുടെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കൽ. ഇതാണ് 3ാമത്തെ അടിസ്ഥാനം. ഖുർആനും സുന്നത്തും സലഫുകളുടെ ഫഹം അനുസരിച്ച് ദീൻ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഉസൂലുസ് സലഫിയ്യയിൽ 3ാമത്തെ കാര്യം. ഇവിടെ സഹാബത്തിന്റെ മാർഗം അത് മുറുകെ പിടിക്കൽ നിർബന്ധമാണ് എന്നതിന് ഖുർആനിൽ അനേകം ആയത്തുകൾ തെളിവാണ്. ഒരായത്ത് സൂറത്തുൻ നിസായിലെ 115ാമത്തെ വചനത്തിൽ, സൂറത്തുൻ നിസായിലെ 115ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. എന്താണ് ആയത്തിന്റെ അർത്ഥം? വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരായി നിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, യുശാഖിഖ് എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകൻ ഒരു ഭാഗത്തും അതിനെതിരായി മറ്റൊരു ഭാഗത്ത് ഒരു വ്യക്തി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം മനസ്സിലായതിനു ശേഷം, പ്രവാചകന്റെ അധ്യാപനങ്ങളൊക്കെ മനസ്സിലായ ശേഷം പ്രവാചകന്റെ അഭിപ്രായം സ്വീകരിക്കാതിരുന്നാൽ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാതെ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നുവല്ലിഹി മാ തവല്ല, അവൻ ഏതൊരു ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് നാം അവനെ വിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അവനെ നരകാഗ്നിയിൽ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. വസാഅത് മസീറ, അത് എത്ര മോശമായ വാസസ്ഥലമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു 2 കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ഒന്ന്, പ്രവാചകനെ മുറുകെ പിടിക്കുക. രണ്ടാമത്തേത്, മുഅ്മിനീങ്ങളുടെ മാർഗം മുറുകെ പിടിക്കുക. ഖുർആൻ അവതരിക്കുമ്പോഴുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സഹാബികളാണ്. ഖുർആൻ അവതരിക്കുമ്പോഴുള്ള മുഅ്മിനീങ്ങൾ സഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് സഹാബത്തിന്റെ മാർഗം തെളിവാണ് എന്നതിന് ഈ ആയത്ത് വളരെ വ്യക്തമാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലും ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീലിലും ഈ ആയത്ത് സഹാബത്തിന്റെ മാർഗം തെളിവാണ് എന്നതിന് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് ഈ ആയത്ത് വമൻ യുശാഖിഖിർ റസൂൽ. രണ്ടാമത്തേത് ഈ ആയത്ത് എങ്ങനെയാണ് തെളിവാകുന്നത്? മുഅ്മിനീങ്ങളുടെ മാർഗം മുറുകെ പിടിക്കാത്തവർക്ക് നരകശിക്ഷയാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ ആരാണ് ഖുർആൻ അവതരിക്കുമ്പോൾ? സഹാബികൾ. ആരാണ് ഇതിൽ നിന്ന് തെളിവ് പിടിച്ചത്? ഇബ്നു ഖുദാമയും അതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇതിലെ തെളിവ് വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിക്കണം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു സഹാബത്തിന്റെ മാർഗം തെളിവാണ്, അതിന് നിങ്ങൾക്ക് എന്ത് പ്രമാണമാണ് ഉദ്ധരിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. സൂറത്തുൻ നിസായിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് ഇതിന്റെ ഉപകാരം? ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് നബിദിനാഘോഷം, നമുക്കിന്ന് വ്യാപകമായി ആവശ്യമുള്ള മസായിലുകൾ, നബിദിനാഘോഷം തെളിവാണ്. നിങ്ങൾക്ക് അവരോട് പറയാം ഖുർആനിലും ഹദീസിലും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവർ ഖുർആനിന്റെ ഏതെങ്കിലും ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് എന്ത് ചോദിക്കാം?
സഹാബത്തിന്റെ മാർഗമനുസരിച്ച് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും കിതാബുകളിൽ എഴുതപ്പെട്ടതുകൊണ്ടോ അത് തെളിവല്ല. അപ്പോൾ സഹാബത്ത് ഈ ആയത്ത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ചില ആളുകൾ സഹാബത്തിന്റെ തന്നെ വേണം എന്നെന്താ നിർബന്ധമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആയത്ത് ഓതി കൊടുക്കാം. സഹാബത്തിന്റെ മാർഗമാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അത് മുറുകെ പിടിക്കാത്തവന് നരകശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയത്ത് മനസ്സിലായല്ലോ. ഇനി ഹദീസ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ അത് ആകാശത്തിന് സുരക്ഷയാണ്. നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. ഫൈദാ ദഹബത്തിൻ നുജൂം അതസ്സമാഅ മാ തുഅദ്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണ് കഴിഞ്ഞാൽ, നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ ആകാശത്ത് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് വരും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. വഅന അമനത്തുൽ അസ്ഹാബി, ഞാൻ എന്റെ സഹാബികൾക്ക് സുരക്ഷയാണ്. ഫൈദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ സഹാബികൾക്ക് എന്താണോ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നത് അത് അവരെ ബാധിക്കും. അടുത്തതാണ് നമ്മുടെ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅസ്ഹാബി അമനതുൽ ലിഉമ്മതി, എന്റെ സഹാബികൾ എന്റെ ഉമ്മത്തിന് സുരക്ഷയാണ്, സംരക്ഷണമാണ്. എന്റെ സഹാബികൾ എന്റെ ഉമ്മത്തിന് സംരക്ഷണമാണ്. ഫൈദാ അതാ അസ്ഹാബി ഫൈദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബത്ത് പോയി കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തിന് എന്താണോ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നത് അത് അവർക്ക് സംഭവിക്കും. എന്താണ് സംഭവിച്ചത്? ബിദ്അത്തുകൾ ധാരാളമായി വന്നു, ദീനിൽ ഫിത്നകൾ വർദ്ധിച്ചു. സഹാബത്തിന്റെ കാലം കഴിയും തോറും ദീനിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വന്നതായി ചരിത്രങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ ഈ ഹദീസ് സഹാബത്തിന്റെ ഫഹം, സഹാബത്തിന്റെ മാർഗം അത് തെളിവാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ആ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അസ്ഹാബി അമനതുൽ ലിഉമ്മതി, അസ്ഹാബി അമനതുൽ ലിഉമ്മതി, സഹീഹ് മുസ്ലിമിലെ റിവായത്താണ്. അപ്പൊ ഹദീസ് നമ്മൾ പറഞ്ഞു, ആയത്ത് പറഞ്ഞു. ഇനി സലഫുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നോക്കിയാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന മുതഅസ്സിയൻ, ഏതെങ്കിലും ഒരുവൻ നമ്മോട് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യതഅസ്സ ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടാണ് സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കേണ്ടത്? ചില ആളുകൾക്ക് സംശയം വരും, എന്തിന് സഹാബത്തിന് മുൻഗണന നൽകണം? അവർക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളതുപോലെ നമുക്കും മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ. നമുക്കും അറബി ഭാഷ വായിച്ചാൽ എന്താണ് ഖുർആനിൽ പറയുന്നത്, എന്താണ് ഹദീസിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നൊരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ ഇമാം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ സമൂഹത്തിൽ ഏറ്റവും നന്മയുള്ള ഹൃദയത്തിനുടമകൾ അത് സഹാബികളാണ്. ഏറ്റവും അധികം നന്മയുള്ള ഹൃദയമുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികളാണ്. വഅഅമഖുഹാ ഫഇന്നഹും കാനൂ അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ വഅഅമഖഹാ ഖൽബ് വഅഅമഖഹാ ഇൽമ, അവർ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ളവരാണ്. കാരണം അവരുടെ ഉസ്താദ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പ്രവാചകന്റെ മദ്രസയിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൽമ് അത്രയും അധികം ആഴത്തിലുള്ളതാണ്. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫത്തബിഉ ഫീ ആഥാരിഹിം, അതുകൊണ്ട് നിങ്ങൾ അവരുടെ മാർഗത്തിൽ അവരെ മുറുകെ പിടിക്കുക, അവരെ പിൻപറ്റുക എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു അബ്ദുൽ ബർ ജാമിഉ ബയാനുൽ ഇൽമി വ ഫദ്ലി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പോൾ 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ പഠിക്കണം. ഞാൻ അതുകൊണ്ടാണ് പതുക്കെ പറയുന്നത്, നിങ്ങളത് നോട്ട് ചെയ്യുകയും ഇൻഷാ അല്ലാഹ് പഠിക്കുകയും വേണം. ബിഇദ്നില്ല നമുക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ഈ കിതാബ് പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കൊരു എക്സാം വെക്കാം. അതിൽ നല്ല മാർക്ക് ലഭിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹദിയയും നമുക്ക് നൽകാം. നിങ്ങളിത് പഠിക്കണം, കാരണം ഇത് അഹ്ലുസ്സുന്നയുടെ അഖീദയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങൾ, ഒന്ന് വമൻ യുശാഖിഖിർ റസൂൽ എന്ന ആയത്ത്, രണ്ടാമത്തേത് അൻ-നുജൂമു അസ്ഹാബി അമനതുൽ ലിഉമ്മതി എന്ന ഹദീസ്, മൂന്നാമത്തേത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു കാര്യം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം, എന്തുകൊണ്ട് സഹാബത്തിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്നു? ഇബ്നു മസ്ഊദിന്റെ വാക്കിൽ ചില കാര്യങ്ങൾ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു പോയെങ്കിലും
ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ, അതുപോലെ ഇബ്നുൽ ഖയ്യിം ഇഅ്ലാമുൽ മുവഖ്ഖിഈനിൽ എന്തുകൊണ്ട് സഹാബത്തിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകണം, എന്തുകൊണ്ട് സഹാബത്തിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകണം എന്നതിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മറുപടി പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഒരു സഹാബി ഒരു അഭിപ്രായം പറഞ്ഞാൽ അതെന്താകാൻ സാധ്യതയുണ്ട്? എവിടുന്ന് കേട്ടതാകാൻ സാധ്യതയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സനദ് പ്രവാചകനിലേക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ സഹാബിയിലേക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ഒരു അഭിപ്രായമാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാകാൻ സാധ്യതയുണ്ട്. ഇതെന്തിനുള്ള ഉത്തരം നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് സഹാബത്തിന്റെ മാർഗത്തിന് മുൻഗണന നൽകുന്നത്? അതിനൊന്നാമത്തെ കാരണം, അവർ പ്രവാചകനിൽ നിന്ന് കേട്ടതാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, അവർ പ്രവാചകരിൽ നിന്ന് കേട്ട സഹാബികളെ കേട്ടതാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അവസാനമായി ബാക്കിയുള്ള സഹാബികളെ അപേക്ഷിച്ചിടത്തോളം, അല്ലെങ്കിൽ പല സഹാബികളെ അപേക്ഷിച്ചിടത്തോളം അദ്ദേഹം പിന്നെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സഹാബികൾ അവർ പ്രവാചകരിൽ നിന്ന് എന്തെങ്കിലും കേട്ട ഒരു കാര്യമായിരിക്കാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് കേട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നുകിൽ പ്രവാചകനിൽ നിന്ന് കേട്ടതാകാം, അതല്ലെങ്കിൽ പ്രവാചകനെ കേട്ടവരിൽ നിന്ന് അവർ കേട്ടവരാകാം. മൂന്നാമത്തെ ഒരു സാധ്യത, അവർ ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ അവർക്കിടയിൽ, സഹാബത്തിനിടയിൽ വ്യാപകമായ ഒരു അഭിപ്രായമായിരിക്കും ഒരു പക്ഷേ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ സഹാബത്തിനിടയിൽ വ്യാപകമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ അത് തെറ്റാണെങ്കിൽ ആര് തിരുത്തുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുമായിരുന്നു. നാലാമത്തെ കാര്യം, ഈ സാധ്യതകളൊന്നും ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ആയത്ത് അവർ അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ഒരു സഹാബി ഒരു ആയത്ത് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ഇമാം അഹ്മദ് ഒരു ആയത്തിന് ഒരു വിശദീകരണം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് ഒരു ആയത്തിന് വിശദീകരണം പറഞ്ഞു. ആർക്കാണ് മുൻഗണന നൽകേണ്ടത്? സഹാബികൾക്കാണ്, സഹാബത്തിനാണ്. അപ്പൊ അവർ മനസ്സിലാക്കി അവരുടെ ഫഹം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണവർ. പ്രവാചകന്റെ കൂടെ അവർക്ക് ആയത്തുകൾ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അവതരിച്ചത് എപ്പോഴാണെന്ന് അറിയാമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഖുർആനിലുള്ള ഓരോരോ ആയത്തും എവിടെയാണ് അവതരിച്ചത്, എന്തിനാണ് അവതരിച്ചത് എന്നുള്ളത് എനിക്കറിയാം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അത് പിൽക്കാലഘട്ടത്തിൽ ഒരാൾക്ക് ലഭിക്കാത്ത അറിവാണ്. കാരണം ഇബ്നു മസ്ഊദിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ കൂടെ നിന്ന് പഠിച്ചതാണ്, പ്രവാചകന്റെ കൂടെ നിന്ന് പഠിച്ചതാണ്. അഞ്ചാമത്തെ സാധ്യത, അവരായിരുന്നു ഭാഷയിൽ നമ്മേക്കാളും അല്ലെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ വന്നവരെക്കാളും കൂടുതൽ കഴിവുള്ളവർ. അറബി ഭാഷയിൽ കൂടുതൽ കഴിവുള്ളവർ സഹാബികളായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അറബി ഭാഷയിൽ കവിതകളിൽ പരസ്പരം മത്സരം നടക്കുന്ന, വലിയ വലിയ അറബി സാഹിത്യത്തിൽ കഴിവുള്ള ധാരാളം ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈനിൽ ഈ 5 കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് സഹാബത്തിന്റെ മാർഗത്തിന് നാം മുൻഗണന നൽകുന്നു എന്ന ചോദ്യം വന്നാൽ ഈ 5 കാര്യങ്ങളും നമുക്കതിന്റെ കൂടെ പറയാവുന്നതാണ്. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞു, ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, പ്രവാചകന്റെ സഹാബികളുടെ മാർഗം മുറുകെ പിടിക്കുക, വൽ ഇഖ്തിദാഉ ബിഹിം, അവരുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം അനുധാവനം ചെയ്യുകയും ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അവരുടെ മാർഗം നാം അനുധാവനം ചെയ്യുകയും ചെയ്യുക. ഏത് കാര്യം നമുക്ക് വന്നാലും, ഏത് കാര്യം നമ്മുടെ മുന്നിലേക്ക് വന്നാലും അവരുടെ മാർഗവുമായി നാം തട്ടിച്ചു നോക്കുക. അവരുടെ മാർഗത്തിനോട് യോജിച്ചതാണ് എങ്കിൽ അത് സത്യമാണ്, അവരുടെ മാർഗത്തിനോട് വിയോജിച്ചതാണ് എങ്കിൽ അത് ബാത്തിലാണ്. ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു അഖീദ ആരുടേതാണ്? അശ്അരി അഖീദയാണ്. അശ്അരി അഖീദയാണ്. സമീപ ദിവസങ്ങളിൽ നിങ്ങളിൽ ചിലർ അറിഞ്ഞിട്ടുണ്ടാകും, ചില ആളുകളൊക്കെ അവരുടെ സംസാരങ്ങളിലും മറ്റും പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നു, ഈ ഉമ്മത്തിലെ അധിക പണ്ഡിതന്മാരും ആരായിരുന്നു? അശാഇറകളായിരുന്നു. ഈ ഉമ്മത്തിലെ അധിക പണ്ഡിതന്മാരും അശാഇറകളായിരുന്നു എന്ന് പറഞ്ഞ്
ചിലരുടെ സംസാരങ്ങൾ പുറത്തിറക്കിയിരുന്നു. അത് ബാത്തിലാണ്, ആ വാദം ശരിയല്ല. മറിച്ച് ധാരാളം ആളുകൾ അഹ്ലുസുന്നയിൽ പെട്ടവരുണ്ടായിരുന്നു. അധികം എന്ന് പറയാൻ മാത്രം അവരെ കുറിച്ച് അധികം എന്ന് പറയുന്നത് ഒരു ശരിയായ പദപ്രയോഗമല്ല. ഇനി എന്തിരുന്നാലും ഒരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് പറയാണ്, അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലയുടെ അഖീദ നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ മദ്രസ പുസ്തകത്തിൽ പഠിപ്പിക്കാറുണ്ട്, അഖീദയിൽ ഒന്നുകിൽ അബുൽ ഹസൻ അൽ അശ്അരിയെ പിൻപറ്റണം, അതല്ലെങ്കിൽ അബു മൻസൂർ അൽ മാതുരീദിയെ പിൻപറ്റണം. നിങ്ങളുടെ കൂട്ടത്തിൽ സമസ്ത മദ്രസയിൽ പഠിച്ചവർ അത് വായിച്ചിട്ടുണ്ടാകും. നിങ്ങളോട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ, അശാഇറ മദ്ഹബാണ് ശരി എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, സഹാബത്തിന്റെ മാർഗം ശരിയെന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവരുടെ ശുബഹത്ത് നമുക്ക് പൊളിച്ചു കളയാൻ സാധിക്കും. എങ്ങനെയാ നമ്മൾ തിരിച്ചു മറുപടി പറയുക? നമ്മൾ പൊതുവെ സഹാബത്തിന്റെ മാർഗം തെളിവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ദീനിന്റെ ഓരോ മേഖലകളിൽ ഒരു അശ്അരി വന്നിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ അശ്അരി അഖീദ അല്ലെങ്കിൽ മാതുരീദി അഖീദ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം, അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ല ജനിച്ചത് എപ്പോഴാണ്? ഹിജറ 260. ഹിജറ 260 അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ല ജനിച്ചത്. അബു മൻസൂർ അൽ മാതുരീദി ജനിച്ചത് ഹിജറ 238. ഹിജറ 238. ഇവർ രണ്ടുപേർക്കും മുമ്പാണ് ആര് ജീവിച്ചത്? സ്വഹാബികൾ ജീവിച്ചത്. ഒരു വ്യക്തി നിങ്ങളോട് പറയാണ്, അശ്അരി അഖീദയിലായിരുന്നു അധിക പണ്ഡിതന്മാരും എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ മറുപടി, അബുൽ ഹസൻ അൽ അശ്അരി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്ത് അവരുടെ അഖീദയുടെ അവസ്ഥ എന്താണ്? അതിലേറ്റവും പ്രധാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അവർക്ക് അബുൽ ഹസൻ അൽ അശ്അരി അറിയുക പോലുമില്ല. അവർക്ക് ആരാണ് അബുൽ ഹസൻ അൽ അശ്അരി എന്നറിയില്ല. അപ്പോൾ സഹാബത്തിന്റെ മാർഗം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ശുബഹത്തുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ പറ്റും. മറ്റൊരു ഉദാഹരണം പറയാം. സമീപ ദിവസങ്ങളിൽ വളരെയധികം ആളുകൾക്ക് പിഴവ് സംഭവിച്ച ഒരു വിഷയം, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുകയും അവർക്കെതിരിൽ ആളുകളെ പ്രേരിപ്പിക്കുകയും അവരെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്ന ചില ആളുകൾ. ഇപ്പം ഭരണാധികാരി, ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തുള്ള ഭരണാധികാരിയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഭരണകൂടത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ ആ ഭരണാധികാരിയെ കുറിച്ച് പരസ്യമായി കുറ്റം പറയുക, പരസ്യമായി സംസാരിക്കുക എന്നീ രീതി സ്വീകരിച്ച ആളുകൾ, അവർ നാം നേരത്തെ പറഞ്ഞ സഹാബത്തിന്റെ മനഹജിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സുബൈർ ബിൻ അദി റഹിമഹുല്ല പറയുകയാണ്, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ഭരണകാലഘട്ടത്തിൽ ഞങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഹജ്ജാജ് ബിൻ യൂസുഫ് നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നമുക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, നാം എന്ത് ചെയ്യണം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നിങ്ങൾ ഹജ്ജാജിനെതിരിൽ പരസ്യമായി പ്രക്ഷോഭങ്ങൾ നടത്തൂ എന്നാണോ പറഞ്ഞത്? നിങ്ങൾ ഹജ്ജാജിനെതിരിൽ മനാബിറുകളിൽ സംസാരിക്കൂ എന്നാണോ പറഞ്ഞത്? അല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോരോ ദിവസം കഴിയും തോറും കഴിഞ്ഞ ദിവസത്തെക്കാളും മോശപ്പെട്ട ദിവസമാണ് വരാനിരിക്കുന്നത്. ശേഷം അദ്ദേഹം പറഞ്ഞു, സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ നിങ്ങളുടെ പ്രവാചകനിൽ നിന്ന് കേട്ടിരിക്കുന്നതാണ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു വ്യക്തി ഭരണാധികാരിക്കെതിരിൽ സംസാരിക്കുന്നു. ഇപ്പൊ നമുക്ക് സഹാബത്തിന് മനഹജിലേക്ക് മടക്കാം. സഹാബത്ത് എന്തായിരുന്നു ചെയ്തത്? തെറ്റുകൾ കണ്ടാൽ സബർ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. തെറ്റുകൾ കണ്ടാൽ സബർ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അതല്ലാതെ പരസ്യമായി അവർക്കെതിരിൽ സംസാരിക്കാൻ, പ്രക്ഷോഭങ്ങൾ നടത്താൻ അതൊരിക്കലും സഹാബത്ത് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹാബത്തിന്റെ ഫഹം അത് നമ്മെ ഏത് തരം ഫിത്നകളിൽ നിന്നും സംരക്ഷിക്കുന്ന കാര്യമാണ്. സഹാബത്തിന്റെ ഫഹം ഏത് തരം ഫിത്നകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങളൊന്നും കൂടി വരും. ഒരാൾ നിങ്ങളോട് പറയുന്നു നബിദിനാഘോഷം അനുവദനീയമാണ്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഖുർആനിൽ എവിടെയാണ് ആയത്തുള്ളത്? അപ്പോൾ അവർ ഒരു പക്ഷേ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫല്യഫ്റഹു എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്നിട്ട് അവർ പറയും, പ്രവാചകൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ്, അതുകൊണ്ട് ആ ദിവസം നാം സന്തോഷിക്കുകയാണ്. അവർക്ക് ഖുർആനിന്റെ ആയത്ത് വെച്ചുകൊണ്ട് നമ്മെ കബളിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ വാദം സ്ഥാപിക്കാൻ അവർ പരിശ്രമിച്ചേക്കാം. ഹദീസുകളും അവർ അത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തേക്കാം. നമുക്ക് എന്ത് ചോദിക്കാം? സഹാബത്തിന്റെ മാർഗം, സബീലുൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു പറഞ്ഞ മാർഗം, ആ മാർഗത്തിൽ അവരാരെങ്കിലും ഈ ആയത്ത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നബിദിനാഘോഷം ചെയ്തിട്ടുണ്ടോ?
നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടോ? എന്താ മറുപടി? നടത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. അവരെക്കാളും ദീനിൽ ഉത്തമരാകാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ സഹാബത്തിൽ നിന്ന് വളരെ ചെറിയ അവരുടെ വാക്കുകൾ പോലും ഉദ്ധരിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ ചില ആളുകൾ ചോദിക്കുക, എന്താ അത് പാടില്ല എന്ന് വന്നിട്ടുണ്ടോ? പാടില്ല എന്നല്ല വരേണ്ടത്. കാരണം ഇബാദത്തുകളിൽ അടിസ്ഥാനം പാടില്ല എന്നുള്ളതാണ്. പറ്റും എന്നതിനാണ് തെളിവ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ സഹാബികൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിലും പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിലും ഏതേത് മസ്അലകൾ നിങ്ങളുടെ മുമ്പിൽ വന്നാലും സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ അത് ബിഇദ്നില്ലാഹ് ളലാലത്തുകളിലേക്ക് ശുബഹത്തുകളിലേക്ക് പോകുന്നതിനെ തൊട്ട് അത് തടയും. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം എന്നും മുറുകെ പിടിക്കുക. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീലിൽ പറയുന്നു, ഫഖദ് സബത വുജൂബു ഇത്തിബാഇ സലഫി റഹ്മത്തുള്ളാഹി അലൈഹിം, സലഫുകളെ മുറുകെ പിടിക്കൽ, അവരുടെ പാത പിൻപറ്റുക എന്നത് നിർബന്ധമാണെന്നത് ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാഇ വൽ ഇബ്റതു ദല്ലത അലൈഹി, ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും അതുപോലെ തന്നെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ കൊണ്ടൊക്കെ ഈ വിഷയം സ്ഥിരപ്പെട്ടതാണ് എന്ന് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദമ്മു തഅ്വീലിൽ പറയുന്നതായി കാണാം. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, വതർകുൽ ബിദ്അ, സഹാബത്തിനെ മുറുകെ പിടിക്കണം, അവരെ അനുധാവനം ചെയ്യണം. ശേഷം പറയുകയാണ് ബിദ്അത്തുകളെ ഒഴിവാക്കുകയും വേണം. അല്ലാഹു പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. ഇത് നിങ്ങൾ ഈ ആയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആയത്ത് നിങ്ങൾ പഠിക്കണം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ബിദ്അത്ത് പാടില്ല എന്നതിന്റെ തെളിവ് എന്താണ്? സൂറത്തുൽ അറാഫിലെ 3-ാമത്തെ ഈ ആയത്ത് അല്ലാഹു പറയുന്നു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് അവതരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാണെങ്കിലും അവർ നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെ നിങ്ങൾ അത് പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഒരു തെളിവ് ബിദ്അത്ത് പാടില്ല എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ബിദ്അത്ത് പാടില്ല എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അൽ-ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പഠിക്കണം. ഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാകും വത്തബദ്ദുഅ വഅലൈക്കും ബിൽ അതീഖ്, നിങ്ങൾ ദീനിൽ പുതുതായി വല്ലതും ചെയ്യുന്നതിനെ സൂക്ഷിക്കുക. വഅലൈക്കും ബിൽ അതീഖ്, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ഏത് കാര്യമാണ്? പഴയ കാര്യമാണ്. പഴയ കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ. വഅലൈക്കും ബിൽ അതീഖ്, ഒരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് ഇന്ന കാര്യം നല്ലതല്ലേ, അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? ഈ നിസ്കാരം നല്ലതല്ലേ, അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്ന മറുപടികളിൽ ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കാണ്. അദ്ദേഹം പറയുന്നു, ഇയ്യാകും വത്തബദ്ദുഅ, നിങ്ങൾ ദീനിൽ പുതുതായി ഒന്ന് കൊണ്ടുവരുന്നതിനെ സൂക്ഷിക്കുക. അപ്പൊ അവര് പറയും ഇത് പുതിയതല്ല, ദീനിൽ ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് പറയുന്നു, വഅലൈക്കും ബിൽ അതീഖ്, പണ്ട് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇന്നൊരു പുതിയ സലാത്ത്, ഇന്നൊരു പുതിയ രീതികൾ, ഇന്ന് പുതിയൊരു നിസ്കാരം അതില്ല. വഅലൈക്കും ബിൽ അതീഖ്, നിങ്ങൾ പഴയ കാലഘട്ടത്തിൽ എന്തായിരുന്നോ പ്രവാചകൻ ചെയ്തത്. ഇത് എപ്പോഴാണ് പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളോട് പറയുകയാണ്. പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ഇയ്യാകും വത്തബദ്ദുഅ വഅലൈക്കും ബിൽ അതീഖ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു അസാകിർ അദ്ദേഹത്തിന്റെ താരീഖ് ദിമഷ്കിൽ പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ബിദ്അത്തിനെ കുറിച്ച് നാം പറയുമ്പോൾ നമ്മൾ ഒരു ആയത്ത് പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും, ഒരു ഹദീസ് പറഞ്ഞു. ഞാൻ പരമാവധി അധികം വിശദീകരിക്കാതെ മാറ്റിവെക്കുന്നതാണ് നിങ്ങളിത് പഠിക്കാൻ. ഒരു ഹദീസ് പറഞ്ഞു, മൂന്നാമത്തേത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് പറഞ്ഞു. സഹാബത്തിന്റെ ഖൗല് തെളിവാണെന്നുള്ളതിന് ഏത് സഹാബിയെ നമ്മൾ ഉദ്ധരിച്ചത്? ഇബ്നു മസ്ഊദ് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാകും.
ബിദ്അത്തിനെ കുറിച്ചും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പഴയ കാര്യം മുറുകെ പിടിക്കുക. അതുപോലെ നമുക്ക് ബിദ്അത്തിന്റെ വിഷയത്തിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ഒരു അസർ. എന്താണ് അസറിലുള്ളത്? ഇമാം അൽ ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഒരിക്കൽ ഫജ്ർ ബാങ്ക് കൊടുത്തതിനു ശേഷം, ഫജ്ർ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരു വ്യക്തി ധാരാളമായി നിസ്കരിക്കുന്നത്, 2 റക്അത്ത് സുന്നത്താണല്ലോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. 2 റക്അത്തിന് പുറമെ അദ്ദേഹം ധാരാളമായി നിസ്കരിക്കുകയായിരുന്നു. സുബ്ഹിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ധാരാളമായി ഒരു വ്യക്തി നിസ്കരിക്കുകയായിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ്. ആരാ സഈദ് ഇബ്നുൽ മുസയ്യിബ്? താബിഈങ്ങളിലെ ഏറ്റവും അറിവുള്ള വ്യക്തി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ ഭർത്താവ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ചോദിക്കാറുള്ളത്, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഞാൻ നിസ്കാരമല്ലേ നിർവഹിക്കുന്നത്, അതിന്റെ പേരിൽ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബൽ യുഅദ്ദിബുകല്ലാഹു അലാ ഖിലാഫിസ് സുന്നഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉപേക്ഷിച്ച് പുതിയൊരു മാർഗം നീ ചെയ്യുന്നത് കാരണത്താൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചേക്കാമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇത് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകാർക്കെതിരിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വലിയൊരു ആയുധമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് പുണ്യകർമ്മല്ലേ, ഞാൻ ചെയ്യുന്നത് നിസ്കാരാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ബിദ്അത്തുകൾ അങ്ങനെയാണ് ആളുകൾ പറയാറുള്ളത്, ഇത് നിസ്കാരല്ലേ, ഇത് ഖുർആൻ ഓതുന്നതല്ലേ, എന്തിനാ നിങ്ങളത് വിമർശിക്കുന്നത്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയാണ്, നിസ്കാരം വിലക്കപ്പെട്ട സമയത്ത് നീ ഇങ്ങനെ ഈ രൂപത്തിൽ നിസ്കരിക്കുന്നുവെങ്കിൽ നീ സുന്നത്തിനെതിരായ കർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെതിരായ കാരണത്താൽ നിന്നെ ശിക്ഷിച്ചേക്കാമെന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. ഹദീസ് പഠിക്കുക, ആയത്ത് പഠിക്കുക, ഇബ്നു മസ്ഊദിന്റെ അസർ പഠിക്കുക, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹയുടെ ഈ ഒരു ചരിത്രം, ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു കാരണവശാലും നമ്മിൽ നിന്ന് ബിദ്അത്തുകൾ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ദീനിൽ പുതുതായ ഒരു കർമ്മവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ, അത് എത്ര ചെറുതാണെങ്കിലും. ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹ് സുന്നയിൽ പറയുന്നതായി കാണാം. ആരാണ് ബർബഹാരി? ഇമാം അഹ്മദിന്റെ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയാണ് അൽ ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഇഹ്ദർ സിഗാർ അൽ മുഹ്ദസാത്ത്, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ നീ സൂക്ഷിക്കുക. ഫഇന്ന സിഗാർ അൽ ബിദ്അഇ തഊദു ഹത്താ തസീറ കിബാറ, ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളായി മാറുന്നത്, ചെറിയ ചെറിയ ബിദ്അത്തുകളാണ് വലിയ ബിദ്അത്തുകളിലേക്ക് നയിക്കുന്നത് എന്ന് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. തയ്യിബ്, അടുത്തൊരു കാര്യം, ബിദ്അത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ചില ബിദ്അത്തുകൾ കൊണ്ടുവരപ്പെട്ടാൽ അതിനെക്കുറിച്ച് അവർ വിശദീകരണം നൽകുക. എന്താണ്? ഇത് നല്ല ബിദ്അത്താണ് അല്ലെ? ചിലർ പറയും ഇത് നല്ല ബിദ്അത്താണ്. എന്നിട്ട് അവർ ചില ആസാറുകൾ, സഹാബത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ചില ആസാറുകൾ തെളിവായി പറയും. ഇത് നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ചില ആസാറുകൾ തെളിവായി പറയും. അതിന് നമുക്കുള്ള മറുപടി എന്താണ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാണ്, വതർകുൽ ബിദ്അ, ബിദ്അത്തിനെ ഒഴിവാക്കണം. കുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല, ഏത് ബിദ്അത്താണെങ്കിലും അത് ളലാലത്താണ്, അത് വഴികേടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ളലാല. ഇർബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വകുല്ലു ബിദ്അത്തിൻ ളലാല. പ്രത്യേകിച്ച് അറബി അറിയുന്ന വിദ്യാർത്ഥികൾക്കറിയാം, കുൽ എന്ന അറബി ഭാഷയിൽ വന്നാൽ അതിന് പറയും അൽഫാദുൽ ഉമൂം. ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിട്ടോ മറ്റോ പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളിങ്ങനെ വന്നിരുന്ന് ഒരു കുറെ ഇങ്ങനെ കേട്ടുപോകുന്ന ആളുകളാവരുത്, പഠിക്കുക. കുല്ല് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ ഉമൂമിന്റെ ലഫ്ളാണ്. ഉമൂം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്, കുൽ എന്ന് പറയും. ഇപ്പൊ കുല്ലു ഷൈഇൻ, കുല്ലു വാഹിദിൻ, ഇവിടെയുള്ള ഓരോരുത്തരും, ഇപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടു. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിനാണ് അറബി ഭാഷയിൽ ആമായ പദങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു പദമാണ് കുല്ലുൻ എന്ന് പറയുന്ന പദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ,
ഏത് ബിദ്അത്താണെങ്കിലും. ഇപ്പൊ അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് എന്തറിയാം? അത് ഉമൂമിന്റെ പദമാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിനുശേഷം പറയപ്പെടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, അത് അനാചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഒരാൾ വന്നിട്ട് പറയാ അല്ല നല്ല ബിദ്അത്തുണ്ട്? പ്രവാചകൻ പറയാണ് എല്ലാ ബിദ്അത്തും വഴികേടിലാണ്. ഒരാൾ വന്നിട്ട് പറയുന്നു അല്ല ചില ബിദ്അത്തുകൾ നല്ലതാണ്. അപ്പൊ അത് ആരോട് എതിരിടലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാവലാണ്. ഈ ഹദീസ് നല്ല ബിദ്അത്തുണ്ട് എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ കാര്യങ്ങളും വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അത് നല്ലതാണെന്ന് പറഞ്ഞാലും, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും, സ്കാരായിരിക്കും, നോമ്പായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പുതിയ സലാത്തുകളായിരിക്കാം, നല്ലതല്ലേ എന്ന് പറയും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു വഇൻ റആഹ അന്നാസു ഹസനതൻ, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും അത് പാടില്ലാത്തതാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുഹമ്മദ് ഇബ്നു നസ്ർ അൽ മർവസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഇബ്നു ഉമറിന്റെ അസറിൽ നമുക്ക് കാണാം. മനസ്സിലായോ? അപ്പം ബിദ്അത്തിൽ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞൊന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്ന് ശരീഅത്തിലില്ല. ഇനി ആരാണ് ഈ നല്ല ബിദ്അത്തുകൾ എന്ന പ്രയോഗങ്ങൾ ഉപയോഗിച്ച ചില പണ്ഡിതന്മാർ? ഒന്ന് അൽ ഇസ് ഇബ്നു അബ്ദുസ്സലാം, ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് ഇസ് ഇബ്നു അബ്ദുസ്സലാം. അതുപോലെ തന്നെ അൽ ഹാഫിദ് അൻ-നവവി, അതുപോലെ സർകശി, ഉസൂലിന്റെ ഉലമാക്കളാണ്. അതുപോലെ തന്നെ അൽ ഹാഫിദ് അസ്-സുയൂത്തി. ഈ പണ്ഡിതന്മാരൊക്കെ ബിദ്അത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നല്ല ബിദ്അത്തുണ്ട്, മോശം ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞതായി അവരുടെ സംസാരങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങളിൽ ഒരാളോട് ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഹാഫിദ് അൻ-നവവി, സുയൂത്തി, സർകശി ഇവരൊക്കെ പറയുന്നുണ്ട് നല്ല ബിദ്അത്തുണ്ട്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നല്ല ബിദ്അത്തില്ല എന്ന് പറയാ? എന്താ നമ്മുടെ മറുപടി? എന്താ മറുപടി? അഹ്സൻത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. പിന്നെ സർകശി പറഞ്ഞാലും നവവി പറഞ്ഞാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഒരു അത്ര പോലും ആര് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മസ്അല തീർന്നു. പ്രവാചകൻ പറയാണ് ദീനിൽ അങ്ങനെ നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ ഈ നല്ല ബിദ്അത്ത് എന്നിവർ പറയുമ്പോൾ എന്താണ് അവരുടെ തെളിവ്? അവർ പല തെളിവുകളും ഉദ്ധരിക്കാറുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളൊക്കെ മസ്ജിദിൽ കുറച്ച് ആളുകളായി തറാവീഹ് നിസ്കരിക്കുകയായിരുന്നു. ഓരോ ഭാഗത്ത് കുറച്ച് ആളുകൾ ഇരുന്ന് തറാവീഹ് നിസ്കരിക്കും. ഈ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് വരികയും തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെയും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിലായിക്കൊണ്ട് നിസ്കരിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിഅമത്തുൽ ബിദ്അത്തു ഹാദി, ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് നല്ല ബിദ്അത്തുണ്ട് എന്ന് പറയുന്നവർ പ്രമാണമാക്കുന്ന ഏറ്റവും വലിയ കാര്യം. പുതിയ ഒരു കാര്യം ദീനിൽ കൊണ്ടുവരാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കാണ് അവർ തെളിവാക്കുന്നത്. കാരണം ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നവരെ ഒരു ജമാഅത്താക്കി ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിപ്പിച്ചു. തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നല്ല ബിദ്അത്ത് എന്ന് വിശേഷിപ്പിച്ചത്. നമ്മൾ പൊതുവെ ബിദ്അത്തിനെ എതിർക്കുമ്പോൾ എന്താണ് ബിദ്അത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പുതിയ കാര്യം അല്ലേ? തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം തുടങ്ങിയതാണോ? ആണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രം. ശേഷം പ്രവാചകൻ ഒഴിവാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ചുരുങ്ങിയ വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മുർത്തദ്ദീങ്ങളുമായിട്ടുള്ള യുദ്ധവും മറ്റു കാര്യങ്ങളും കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് തിരിച്ചു കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ തിരിച്ചു കൊണ്ടുവന്നത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അതിന്റെ മറുപടി എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പുതിയൊരു കാര്യത്തെക്കുറിച്ചേ അല്ല പറഞ്ഞത്, മറിച്ച് പണ്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഹയാത്താക്കിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹയാത്താക്കിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരുദ്ധരിക്കുന്ന ഏത് തെളിവുകളാണെങ്കിലും, ഒന്നിലധികം തെളിവുകളുണ്ട്, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം, വേറെയും തെളിവുകളുണ്ട്. ഇൻഷാ അള്ളാഹ് മറ്റൊരിക്കൽ നമുക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ അത് നമുക്ക് വിശദീകരിക്കാം.
ഏത് തെളിവുകൾ അവർ ഉദ്ധരിച്ചാലും അതിനൊക്കെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ മറുപടി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീമിലും ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ-ഇഅ്തിസാമിലും ഈ ഒരു വിഷയം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഈ ഒരു വിഷയം അല്ലെങ്കിൽ അവർ പറയുന്ന തെളിവുകൾക്കുള്ള മറുപടി ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല ബിദ്അത്തുണ്ട് എന്ന് പറയുന്നവരിൽ പെട്ടതാണ് സുയൂത്തി, നവവി, സർകശി, ഇസ്സ് ഇബ്നു അബ്ദുസ്സലാമിനെ പോലെയുള്ളവർ. ചില ആളുകൾ അവരുടെ സംസാരത്തിൽ പറയാറുണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ നല്ല ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫിഈ നല്ല ബിദ്അത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ സംസാരത്തിൽ അങ്ങനെ ഒരു പ്രയോഗം വന്നുവെങ്കിലും ഇമാം ഷാഫിഈ ഉദ്ദേശിച്ചത് നല്ല ബിദ്അത്തല്ല, മറിച്ച് മസാലിഹുൽ മുർസല എന്ന് പറയുന്ന മസാലിഹുൽ മുർസല എന്ന് പറയുന്ന, ഇപ്പൊ നമ്മൾ ഇന്ന് മൈക്ക് ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അവിടെ പറഞ്ഞത് എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലിയും ഇബ്നുൽ ഖയ്യിമും വിശദീകരിച്ചതായി കാണാം. ഇമാം ഷാഫിഈ ഒരിക്കലും പുതിയ സലാത്ത് ഉണ്ടാക്കാനോ പുതിയ ദിക്ർ ഉണ്ടാക്കാനോ നല്ല ബിദ്അത്ത് എന്ന പേരിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാനോ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എവിടെയും അനുവദിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വന്ന ഈ ഉലമാക്കൾ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, അൽ ഹാഫിദ് അൻ-നവവി, അൽ ഹാഫിദ് അസ്-സുയൂത്തി, അതുപോലെ സർകശി, അവരൊക്കെയാണ് നല്ല ബിദ്അത്ത് എന്നൊരു വേർതിരിവ് കൊണ്ടുവന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ആ ഉലമാക്കളുടെ വീക്ഷണം ആ വിഷയത്തിൽ തെറ്റാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം. തയ്യിബ്, അതുപോലെ ബിദ്അത്തിന്റെ ഗൗരവം ഇത് നാം മനസ്സിലാക്കണം. ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ ഇന്ന് വ്യാപകമായി നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകൾ കാണുന്നത് കൊണ്ട് തന്നെ ബിദ്അത്തുകളുടെ ഗൗരവം നാം തിരിച്ചറിയുന്നില്ല. ബിദ്അത്ത് ചെയ്യുന്നവൻ, ഇപ്പൊ ഒരാൾ പുതിയൊരു സലാത്ത് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സലാത്തുൽ ഫാത്തിഹ്, സലാത്തുൽ റഗായിബ്, ഇങ്ങനെ പുതിയ സലാത്തുകൾ, പുതിയ നിസ്കാരങ്ങൾ, പുതിയ ദിക്റുകൾ, ഇതൊക്കെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു വ്യക്തി ചെയ്യുമ്പോൾ അവന്റെ വാദം എന്താണ്? അവൻ വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും അവന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അവന്റെ പ്രവർത്തനത്തിലൂടെ അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പൂർണ്ണമല്ല എന്നല്ലേ? പ്രവാചകന്റെ ശരീഅത്ത് പൂർണ്ണമല്ല എന്നതാണ് അവന്റെ വാദം. ഒരാൾ വന്നിട്ട് ഹദ്ദാദ് റാത്തീബിന്റെ മജ്ലിസ് നടത്താണ്. അവരോട് നിങ്ങൾ ചോദിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മാല മൗലൂദുകൾ പ്രവാചകൻ പഠിപ്പിച്ചോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. ഇത് ദീനിൽ പെട്ടതാണെന്ന് വിശ്വസിച്ചാണോ നിങ്ങൾ ചെയ്യുന്നത്? അതെ. ഇത് സഹാബത്തിന് അറിയില്ലായിരുന്നു, നബിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നബിയുടെ ദീന് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ ഇവരിന്ന് ദീനാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പുതുതായി വരാനുണ്ട്. ഇതാണ് അവരുടെ വാദം. എത്ര ഗൗരവമാണ്! അള്ളാഹു പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഒരാൾ പുതിയ സലാത്തുമായി വന്നിട്ട് അത് ദീനിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ അവന്റെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ദീൻ പൂർണ്ണമല്ല, പരിപൂർണമല്ല. ഇന്ന് സലാത്ത് കൂടി ആ ദീനിൽ പെട്ടതാണ്, ഇന്ന് ആയത്ത് കൂടി അല്ലെങ്കിൽ ഇന്ന് നിസ്കാരം കൂടി ആ ദീനിൽ പെട്ടതാണ്. അപ്പൊ വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പുതുതായി ഒരു കാര്യം, ദീനിന്റെ വിധിവിലക്കുകൾ ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനുള്ള ഹക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് സ്വന്തം എടുക്കുക? ഇപ്പൊ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു മജ്ലിസ് നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു തങ്ങൾ, ആ വ്യക്തി പുതിയ സലാത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ വ്യക്തി പുതിയ സലാത്ത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ധാരാളം ആളുകൾ ആ വ്യക്തിയുടെ കെണിയിൽപ്പെട്ട് ആ സലാത്ത് ദിവസവും ചെല്ലുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് നമുക്കുണ്ടാക്കി തന്നത് ആരാണ്? അള്ളാഹുവാണ്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവാണ്. ഈ വ്യക്തി വന്നുകൊണ്ട് പുതിയ സലാത്ത് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ചെയ്യേണ്ട ബാധ്യത, അള്ളാഹുവിന്റെ ഹക്ക് ഈ വ്യക്തി എടുക്കുകയാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നത് നാം മനസ്സിലാക്കണം. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, വതർക്കുൽ ഖുസൂമാത്ത്, ദീനിൽ തർക്കങ്ങൾ ഉപേക്ഷിക്കുക. അത് ഇതിനുശേഷം വീണ്ടും ഇമാം അഹ്മദ് ആവർത്തിക്കുന്നുണ്ട്, അവിടെ നമുക്ക് വിശദീകരിക്കാം. വൽ ജുലൂസു മഅ അസ്ഹാബിൽ അഹ്വാ, ഹവയുടെ ആളുകളുടെ കൂടെ ഇരിക്കാനും പാടില്ല. ബിദ്അത്ത് ഒഴിവാക്കുക,
അതുപോലെ തന്നെ ഹവയുടെ ആളുകളുടെ കൂടെയുള്ള സഹവാസവും ഒഴിവാക്കുക എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല അഹ്ലുസുന്നയുടെ അടിസ്ഥാനമായി പറഞ്ഞു. അപ്പൊ ഹവയുടെ ആളുകളുമായി നാം മാറിയിരിക്കുക എന്നത്, ഹവയുടെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരുമായി നാം ബന്ധമൊഴിവാക്കുക, അവരുമായി മാറിയിരിക്കുക എന്നത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 140-ാമത്തെ വചനത്തിൽ പറയുന്നു, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, അല്ലാഹു നിങ്ങൾക്ക് ഈ ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, അൻ ഇദാ സമിഅ്തും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, ഖുർആനിന്റെ ആയത്തുകളെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കപ്പെടുന്നതായോ പരിഹസിക്കപ്പെടുന്നതായോ നിങ്ങൾ കണ്ടാൽ, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വില നൽകാതെ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവർ, അതിനെ നിഷേധിക്കുന്നവർ, അതിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഫലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, മറ്റ് സംസാരങ്ങളിൽ അവർ മുഴുകുന്നതുവരെ. ഇനി അഥവാ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ഇരുന്നാലോ, ആയത്തുകളെയും ഹദീസുകളെയൊക്കെ ബഹുമാനിക്കാതെ അള്ളാഹുവിന്റെ വാക്കുകൾക്ക് ബഹുമാനം കൊടുക്കാത്തവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ അവരെ പോലെയുള്ളവരാണ്, നിങ്ങളും അവരെ പോലെയുള്ളവരായി തീരും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ, പുതിയ സലാത്തുകൾ കൊണ്ടുവരുന്നവർ, പുതിയ ഇബാദത്തുകൾ കൊണ്ടുവരുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ നൽകാമെന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കാമെന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാതെ നേർച്ചകൾ നേർന്നവർ, മക്ബറുകളിലേക്കും മറ്റും ഇബാദത്തുകൾ സമർപ്പിക്കുന്നവർ, ഇവരൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതായി ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നു. ഹവയുടെ ആളുകളുമായി നാം ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അബൂ ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഖീദത്തുസ് സലഫ് അസ്ഹാബുൽ ഹദീസ് എന്ന കിതാബിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തിന്റെ ആളുകൾ, ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, അനാചാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, അവരോടുള്ള അടിസ്ഥാനം എന്താണ്? അവരെ ഹജ്ർ ചെയ്യുക എന്നുള്ളതാണ്. അവരുമായി നാം മാറിയിരിക്കുക, അവരുടെ കൂടെ ഇരിക്കാൻ, അവരോട് സഹവസിക്കാൻ ഒന്നും പാടില്ല. കാരണം റബ്ബിന്റെ ദീനിൽ അള്ളാഹുവിന്റെ മാത്രമുള്ള ഹക്ക് അവർക്കുണ്ട് എന്ന നിലയിൽ ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നവരുമായി എങ്ങനെ നമുക്ക് സഹവസിക്കാൻ സാധിക്കും? ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ ഉപ്പയെ ദ്രോഹിച്ച, നമ്മുടെ പിതാവിനെ അടിച്ച ഒരു വ്യക്തിയുമായി നമ്മൾ സഹവസിക്കോ? അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഇരിക്കോ? ഇല്ല. കാരണം നമ്മുടെ ഉപ്പയോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ ഹക്കിൽ കൈകടത്തലുകൾ നടത്തുന്നവർ, ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയും അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നൽകണമെന്ന് പറയുമ്പോൾ ഇല്ല, മറ്റുള്ളവർക്ക് ഇബാദത്ത് നൽകാമെന്ന് പറഞ്ഞ് റബ്ബിന്റെ ഹക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് എന്ന വിശ്വാസം ഖുർആനും സുന്നത്തും പഠിപ്പിക്കുമ്പോൾ അല്ല, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്, ഇന്ന് വലിയാണ് എന്ന വാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, അള്ളാഹുവിന്റെ ഹക്ക് മറ്റുള്ളവർക്ക് നൽകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും നമുക്ക് പാടില്ലാത്തതാണ്. അവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ സഹവസിക്കാനോ ഒന്നും നമുക്ക് പാടില്ല. അവർക്ക് സലാം പറയാൻ പാടില്ല. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ല ഇമാം അഹ്മദിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം, ആരെങ്കിലും ഒരു ബിദ്അത്തുകാരന് സലാം പറഞ്ഞാൽ അത് അവനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലാണ്, അതവനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തുകളിലേക്ക്, ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരോടുള്ള നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുമായി ബന്ധവിച്ഛേദനം നടത്തുക എന്നതാണ്. അവരുടെ കൂടെ ഒന്നിച്ച് സദസ്സുകളിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് എവിടെയെങ്കിലും പങ്കെടുക്കുക, അത് പ്രിയപ്പെട്ടവരെ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇമാം അബൂ യഅലയുടെ തബഖാത്തുൽ ഹനാബിലയിൽ ഇമാം അഹ്മദിനോട് ഒരു വ്യക്തി ഒരിക്കൽ ചോദിച്ചു, ഇന്നയാൾ ഇന്ന ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, ഇന്ന ബിദ്അത്തിന്റെ വാദമുള്ളവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്, എന്താണ് ആ വ്യക്തിയുടെ വിധി? ഇമാം അഹ്മദ് ചോദിച്ചു, അവ അഅലംതുമു, നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പാടില്ല എന്നത്, ഇരിക്കാൻ പാടില്ല, കൂടാൻ പാടില്ല? അവർ പറഞ്ഞു, അതെ, അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഇരിക്കുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, അൽഹിഖൂഹു ബി, അങ്ങനെയാണെങ്കിൽ അവനെ അവരുടെ കൂട്ടത്തിൽ ചേർത്തുകൊള്ളുക, അവൻ അവരിൽപ്പെട്ടവനാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല ബസ്റയിലേക്ക് വന്നു. സുഫിയാൻ അസ്സൗരി ബസ്റയിലേക്ക് വന്നു. റബീഅ് ഇബ്നു സുബൈഹ് എന്ന വ്യക്തിയെ കുറിച്ച് സുഫിയാൻ അസ്സൗരി ജനങ്ങളോട് ചോദിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം സുന്നിയാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസത്തിലുള്ളവരാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല ചോദിച്ചു, മൻ ബിതാനതു, ആരുടെ കൂടെയാണ് സഹവസിക്കുന്നത്? ആരാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ? എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് ആരാണ്?
അവർ പറഞ്ഞു അൽ ഖദരിയ, ഖദരിയാക്കളാണ്. ഈ ബിദ്അത്തിന്റെ വാദം കൊണ്ട് നടക്കുന്ന ഖദരിയാക്കളാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല പറഞ്ഞു ഇദൻ ഹുവ ഖദരി, എന്നാൽ അവൻ ഖദരിയാണ്, അവൻ അഹ്ലുസുന്നയിൽപ്പെട്ടവനാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പം ബിദ്അത്തിന്റെ ആളുകളുമായി ബന്ധവിച്ഛേദനം നടത്തുക എന്ന് പറയുന്നത് അത് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ സമസ്തയുടെ മദ്രസയിൽ പഠിച്ച ഒരാളാണ്. ആ മദ്രസകളിൽ അവർ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് മുജാഹിദുകാരോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, തബ്ലീഗിനോട് ബന്ധമുണ്ടാകാൻ പാടില്ല. അവരത് പാലിക്കുകയും ചെയ്യുന്നു പലപ്പോഴും. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവരുടെ കൂടെ സദസ്സുകൾ പങ്കെടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക, ഇത് പ്രിയപ്പെട്ടവരെ ഇത് പാടില്ലാത്തതാണ്. ബിദ്അത്തുകാരോട് അവരുമായി ബന്ധവിച്ഛേദനം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. എന്തെങ്കിലും ഒരു മസ്ലഹത്തുണ്ട് അവരെ ദഅവത്ത് നടത്താൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലാതെ അടിസ്ഥാനം അവരുമായി ബന്ധവിച്ഛേദനം നടത്തുക എന്നതാണ്. അവരുടെ പിന്നിൽ നിസ്കരിക്കാതിരിക്കുക, അവരുമായി ബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് അടിസ്ഥാനം. ഇമാം ഔസാഇ റഹിമഹുല്ലയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇന്ന റജുലൻ യഖൂൽ, ഒരാൾ പറയുന്നു, ഉജാലിസു അഹ്ലസ്സുന്ന, ഞാൻ അഹ്ലുസുന്നയുടെ കൂടെ ഇരിക്കും, വ അഹ്ലൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെയും ഇരിക്കും. അങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന് ഇമാം ഔസാഇയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റജുലുൻ യുരീദു യുസാവി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാൻ ശ്രമിക്കുന്നവനാണ് ആ വ്യക്തി എന്ന് ഇമാം അൽ ഔസാഇ റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്തുകാരോട് അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ സദസ്സുകൾ പങ്കിടുക എന്ന് പറയുന്നത് ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിച്ച ശൈലിയായിരുന്നില്ല. ഇമാം ഇബ്നു ബത്തൂഹ റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ ഇബാനയിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതായി കാണാം. അല്ലാഹ യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഈ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലാ യഹ്മിലന്ന അഹദൻ മിൻകും ഹുസ്നു ദന്നിഹി ബിനഫ്സി, നിങ്ങളിൽ ഒരാളും എന്ത് കരുതാൻ പാടില്ല, എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം, അവരെന്നെ ഏതെങ്കിലും ബിദ്അത്തുകളിലേക്ക് ക്ഷണിച്ചാൽ ആ ബിദ്അത്തിലേക്ക് ഞാൻ പോവില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് സ്വന്തത്തെ കുറിച്ചുണ്ടെങ്കിൽ അത് നിങ്ങളെ രക്ഷിക്കുകയില്ല. വമാ അഹിദ മിൻ മഅരിഫതിഹി ബിസിഹ്ഹതി മദ്ഹബി അലൽ മുഖാതറതി ബിദീനി ഫി മുജാലസതി ബഅദി അഹ്ലി ഹാദിഹിൽ അഹ്വാ, നമുക്ക് ഹഖറിയാം, സത്യം എന്താണെന്നറിയാം, ബിദ്അത്തിന്റെ വാദങ്ങൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ അവരുടെ അരികിൽ പോയാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനില്ല എന്നൊരു ചിന്തയിൽ ഒരാളും പോകാൻ പാടില്ല. ശേഷം ഇബ്നു ബത്തൂഹ റഹിമഹുല്ലാ പറയാണ്, ചില ആളുകൾ പോകും, എന്നിട്ട് എന്താ പറയാ, ഉദാഖിലുഹു ലിഉനാളിറ, ഞാൻ പോകുന്നത് അവരെ സംവാദം നടത്താനാണ്, അവരോട് സംവദിക്കാനാണ്, ഔ ലിഅസ്തഖ്രിജ മിൻഹു മദ്ഹബ, അല്ലെങ്കിൽ അവന്റെ പിഴച്ച വാദങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. ഇബ്നു ബത്തൂഹ റഹിമഹുല്ലാ ശേഷം പറയാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാളും പോകാൻ പാടില്ല. ഫഇന്നഹും അശദ്ദു ഫിത്നതൻ മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയേക്കാളും കഠിനമായ ഫിത്നയിലാണ് ബിദ്അത്തിന്റെ ആളുകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്ന് ഇമാം ഇബ്നു ബത്തൂഹ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. നിങ്ങൾ നോക്കൂ, ഇമാം മുഹമ്മദ് ബിൻ സീരീൻ, അദ്ദേഹത്തിന്റെ അരികിൽ രണ്ടാളുകൾ വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് കുറച്ച് ഖുർആൻ ഓതി തരട്ടെ. ഇബ്നു സീരീൻ പറഞ്ഞു, പറ്റില്ല. കുറച്ചായത്ത്. ഇബ്നു സീരീൻ പറഞ്ഞു, പറ്റില്ല, ഒന്നുകിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകും എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം ദാരിമിയും അൽ-ലകായിയും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ പോലും സലഫുസ് സാലിഹീങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം ബിദ്അത്തിന്റെ ആളുകളുടെ പാരായണം കേട്ടാൽ, അവരുടെ ആയത്തുകൾ ഓതുന്നത് കേട്ടാൽ ഒരുപക്ഷെ അവരോട് നമുക്ക് ഇഷ്ടമുണ്ടായേക്കാം, പിന്നെ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ആകർഷണം തോന്നിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുക. പിന്നെ എത്രയെത്ര സഹോദരങ്ങളെയാണ് നാം ആ വിഷയത്തിൽ വലിയ പിഴവ് പറ്റിയവരായി കാണുന്നത്. എത്രയെത്ര ആളുകൾ നല്ല അഹ്ലുസുന്നയുടെ മനഹജുണ്ടായ, അഹ്ലുസുന്നയുടെ മാർഗത്തിലുണ്ടായ ചില സഹോദരങ്ങൾ അവസാനം ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ എത്രയെത്ര ആളുകളെയാണ് ഷിയാക്കളെ പുകഴ്ത്തുന്നതായി കാണുന്നത്. എന്താണ് കാരണം? ബിദ്അത്തിന്റെ ആളുകൾ എഴുതുന്നത് വായിച്ചു, ഷിയാക്കളെ കുറിച്ച് വലിയ മതിപ്പുണ്ടാക്കി, ഷിയാക്കൾ അവരാണ് അഹ്ലുസുന്നയെ സഹായിക്കുന്നവർ എന്ന വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ ഇങ്ങനെ ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ബിദ്അത്തിന്റെ ആളുകളോട് ബന്ധവിച്ഛേദനം എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാണ്. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു, വതർകുൽ മിറാഇ വൽ ജിദാലി ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ, ദീനീ കാര്യങ്ങളിൽ
ഒരാളോട് നീ തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, സംവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കാരണം അഹ്ലുസുന്നയുടെ അഖീദയുടെ കിതാബ്, ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളാണ് ഇവിടെ ഇമാം അഹ്മദ് പറയുന്നത്. ഇമാം അഹ്മദ് പറയുന്നു തർക്കുൽ മിറാഇ വൽ ജിദാൽ, ദീനിന്റെ വിഷയങ്ങളിൽ തർക്കിക്കാൻ പാടില്ല, സംവാദങ്ങൾ നടത്താൻ പാടില്ല. അതാണ് അടിസ്ഥാനം. അഹ്ലുസുന്നയുടെ ഏത് കിതാബുകൾ നിങ്ങൾ നോക്കിയാലും ഈ അടിസ്ഥാനം പറയുന്നതായി കാണാം. സംവാദങ്ങൾ പാടില്ലാത്തതാണ്. ഇമാം ലാലകായി അദ്ദേഹത്തിന്റെ ഇഅ്തിഖാദിന്റെ കിതാബിൽ, ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ അൽ ഇബാനയിൽ, ആജുറി അദ്ദേഹത്തിന്റെ ശരീഅയിലൊക്കെ ഈ ഒരു അടിസ്ഥാനം പറയുന്നുണ്ട്. സംവാദം പാടില്ലാത്തതാണ്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് വരെ, അല്ലെങ്കിൽ ഇപ്പോഴും പലപ്പോഴും നടക്കുന്നത് എന്താ, സംവാദത്തിന് പരസ്യമായി വെല്ലുവിളിക്കുക. സംവാദത്തിന് ആരാണോ സംവാദത്തിന് തയ്യാർ എന്നിങ്ങനെ വെല്ലുവിളിച്ച് നടക്കുന്നത് പോലെ നടക്കുക. അത് പാടില്ലാത്തതാണ്. സംവാദം എന്ന് പറയുന്നത് അടിസ്ഥാനം, അത് പാടില്ലാത്തതാണ്. ഇമാം അൽ ബർബഹാരി റഹിമഹുല്ല പറയുന്നു, വഇദാ അറതൽ ഇസ്തിഖാമത അലൽ ഹഖ്, സത്യത്തിൽ നീ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വതരീഖി അഹ്ലിസ്സുന്നഹ്, അഹ്ലുസുന്നയുടെ മാർഗത്തിലും നീ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഹ്ദറൽ ജിദാൽ, തർക്കത്തെ നീ സൂക്ഷിക്കുക, വൽ മിറാ, സംവാദങ്ങൾ നടത്തുന്നതിനെ നീ സൂക്ഷിക്കുക, നിന്റെ അഭിപ്രായം സ്ഥാപിക്കാൻ വേണ്ടി നീ സംവദിക്കാൻ പാടില്ല, വൽ മുനാദറത ഫിദ്ദീൻ, ഏകദേശം അതേ ആശയത്തിൽ ദീനിൽ സംവാദങ്ങൾ നടത്തുന്നത് നീ സൂക്ഷിക്കുക. ശേഷം അദ്ദേഹം പറയാണ്, വമാ കാനത് സന്ദഖതുൻ ഖത്തു, മതനിഷേധം വന്നിട്ടില്ല, വലാ ബിദ്അത്തുൻ, അനാചാരങ്ങൾ ഉണ്ടായിട്ടില്ല, വലാ ഹവ വലാ ളലാല, വഴികേടുകളും അതുപോലെ തന്നെ ദുഷിച്ച ചിന്താഗതികളും ഇതൊക്കെ വരാനുള്ള കാരണം ഇല്ലാ മിനൽ ജിദാലി വൽ മിറാ, തർക്കത്തിലൂടെയാണ് ഈ ഉമ്മത്തിൽ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സംവാദം നടത്താൻ ആളുകളുമായി എല്ലാവരെയും സംവാദത്തിന് ക്ഷണിക്കുക, എല്ലാവരോടും സംവാദം നടത്തുക, ചാനലുകളിൽ പോയിക്കൊണ്ട് സംവദിക്കുക, അവരോട് അവർ പറയുന്ന വിഷയങ്ങൾക്ക് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മറുപടികൾ പറയുക, ഇതൊന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതികളിൽ പെട്ട കാര്യമല്ല. അദ്ദേഹം പറയുകയാണ്, ഇമാം ബർബഹാരി പറയുന്നു, വൈദാ സഅലക അഹദുൻ അൻ മസ്അലത്തിൻ, ആരെങ്കിലും നിന്നോടൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, വഹുവ മുസ്തർഷിദ്, അയാൾക്ക് അത് അറിയാനുള്ള താല്പര്യമാണ്, ഫകല്ലിംഹു, അങ്ങനെയാണെങ്കിൽ അയാളോട് സംസാരിക്കുക. വൈദാ ജാഅക യുനാദിറുക, നിന്നോട് സംവാദം നടത്താൻ വേണ്ടി വന്നാൽ, ഫഹ്ദർഹു, നീ അവനെ തൊട്ട് മാറി നിൽക്കുക. ഫഇന്ന ഫിൽ മുനാദറതി അൽ മിറാഅ വൽ ജിദാല വൽ മുഗാലബത വൽ ഖുസൂമ, കാരണം സംവാദത്തിൽ നീ തർക്കിക്കേണ്ടി വരും, നീ നിന്റെ വാദം എങ്ങനെയെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവാദങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടൊരു വാദം പറയിപ്പിക്കാനുള്ള ശ്രമം, അവർ പരിഹസിച്ചാൽ അതിന് ഇരട്ടിയായി പരിഹസിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ സംവാദത്തിൽ ധാരാളമായി നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബർബഹാരി റഹിമഹുല്ല പറയുന്നത് പോലെ ദീനിൽ ഈ ഫിത്നകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അത് സംവാദങ്ങളായിരുന്നു. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല, അദ്ദേഹത്തിന് അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉരീദു ഉനാദിറുക, ഞാൻ താങ്കളോട് സംവാദം നടത്താൻ താല്പര്യപ്പെടുന്നു. ഖാലൽ ഹസൻ, ഹസൻ അൽ ബസ്രി റഹിമഹുല്ല തിരിച്ചു പറഞ്ഞു, അന അറഫ്തു ദീനി, എനിക്ക് എന്റെ ദീനിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. ഫഇൻ ളല്ല ദീനുക, നിനക്ക് നിന്റെ ദീനിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ, നിനക്കതിൽ സംശയമുണ്ടെങ്കിൽ, ഫദ്ഹബ് ഫത്ലുബുഹു, നീ പോയിക്കൊണ്ടത് പഠിക്കുക, അതല്ലാതെ സംവാദത്തിനിരിക്കുകയല്ല വേണ്ടത് എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം ഇബ്നു അബി യഹ്യ റഹിമഹുല്ല ബിദ്അത്തുകാരുടെ കൂടെയുള്ള സംവാദത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതായി കാണാം, ചിലപ്പോഴൊക്കെ സംവാദത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ മികച്ചു നിൽക്കും. കാരണം വാക്ചാതുര്യം കൊണ്ട് അവരായിരിക്കും ഏറ്റവും വലുതായിട്ടുണ്ടാവുക. അദ്ദേഹം പറയുന്നു, അദ്ദീനു ലൈസ ലിമൻ ഗലബ്, ദീൻ എന്ന് പറയുന്നത് മികച്ചു നിൽക്കുന്ന ആളുകൾക്ക് നൽകപ്പെടേണ്ട കാര്യമല്ല, മറിച്ച് ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങളുടെ ഫഹ്മനുസരിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നാം ഗൗരവത്തോടുകൂടി കാണണം. സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പിഴവിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ബിദ്അത്തിന്റെ ആളുകളുമായി സംവാദങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനം പാടില്ലാത്തതാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഭരണാധികാരി നിർദ്ദേശിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഭരണാധികാരി നിർദ്ദേശിക്കുകയാണ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സംവാദം നടത്താൻ പറഞ്ഞതുപോലെ, അൽ ഇമാമുൽ ആജുരി പറയുന്നു, ഭരണാധികാരി നിർദ്ദേശിച്ചാൽ സംവാദം അനുവദനീയമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വലിയൊരു മസ്ലഹത്തുണ്ട് എങ്കിൽ,
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ ചില സംവാദങ്ങൾ നടത്തിയതുപോലെ. പക്ഷെ സ്ഥിരമായി മസ്ലഹത്ത് എന്ന് വാദിച്ച് ഇങ്ങനെ സംവാദങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇന്ന് മദീനയിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ മുഹൈമിദ് ഹഫിളഹുല്ലാ. അദ്ദേഹം ഷിയാക്കളുമായി ഒരിക്കൽ വെല്ലുവിളിച്ചു. അങ്ങനെ അവരുമായി സംസാരിക്കാൻ വേണ്ടി ഇരിക്കാനൊക്കെ തീരുമാനമായപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയോട് നസീഹത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരിക്കാൻ പാടില്ല, സംവദിക്കാൻ പാടില്ല, ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏത് കാലവും സ്വീകരിക്കുന്ന രീതി. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഉസൂലുകൾ നാം ശ്രദ്ധിക്കുക. അഹ്ലുസുന്നയുടെ ഈ ഉസൂലുകൾക്കെതിരായി പ്രവർത്തിക്കുന്നതിനെ നാം സൂക്ഷിക്കുക. ഇമാം അഹ്മദ് ആദ്യം പറഞ്ഞ വാക്ക് ഇതൊക്കെ സുന്നത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. ഇതാരെങ്കിലും ഉപേക്ഷിച്ചാൽ അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സുന്നത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അൽ ബർബഹാരി റഹിമഹുല്ല പറയുന്നു, ലാ യകൂനു റജുലു മിൻ അഹ്ലി സുന്ന ഹത്താ തജ്തമിഅ ഫീഹി ഖിസാലുസ് സുന്ന. സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ ഒരുവനിൽ ഒത്തുചേരുന്നതുവരെ അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനാവുകയില്ല. അപ്പോൾ ഈ ഉസൂലുകളിൽ ഒരു കാരണവശാലും അശ്രദ്ധയുണ്ടാകാൻ പാടില്ല. ദീനിൽ അനാവശ്യമായി തർക്കിക്കാൻ പോകരുത്. ബിദ്അത്തുകാരുടെ കൂടെ സഹവസിക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ അത് പാടില്ല. ബിദ്അത്തുകളെ നാം ശ്രദ്ധിക്കുക. സഹാബത്തിന്റെ മാർഗം നാം മുറുകെ പിടിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.